ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബാലചന്ദ്രൻ ഗംഗാധര മേനോൻ്റെ അടുത്ത് വൈജയന്തിയുടെ കാമുകൻ്റെ പേരെന്താണെന്നും സ്ഥലം എവിടെയാണെന്നും ഒക്കെ ചോദിക്കുന്നുണ്ട്. ഗംഗാധര മേനോനാണെങ്കിൽ അത് എന്തിനാണ് ഇപ്പോൾ അറിയുന്നത്, അതൊക്കെ മുന്നേ നടന്ന കാര്യമല്ലേ, അതെല്ലാം ഇനിയും കുത്തിപ്പോക്കി മനസ്സ് വെറുതെ വിഷമിപ്പിക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് സാരമില്ല, അത് ഞാൻ നോക്കിക്കോളാം, അങ്ങേട്ടന് അവരുടെ സ്ഥലവും ഇപ്പോൾ താമസിക്കുന്നത് എവിടെയെന്ന് അറിയണമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഗംഗാധര മേനോൻ എല്ലാ ഡീറ്റെയിൽസും ബാലചന്ദ്രന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് പോകരുത്, അവർ സ്റ്റാൻലി ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നുണ്ടാകും, അവരുടെ കുടുംബം നശിപ്പിക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ കുടുംബം നശിച്ചാലും കുഴപ്പമില്ല, പെങ്ങളുടെ പഴയ കാമുകൻ്റെ കുടുംബം എന്നും നന്നായിരിക്കണം എന്നാണല്ലേ ഗംഗേട്ടൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. എന്താണ് തൻ്റെ ഉദ്ദേശം എന്നൊക്കെ ഗംഗാധര മേനോൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുൻ കാമുകന് ഭാര്യയെ വിട്ടുകൊടുക്കുക എന്നുള്ള ഹൃദയവിശാലത എനിക്കുണ്ട്. ഇത്രയും ദിവസം അമ്മയടുത്ത് നിന്നില്ലേ അലീന, നീതി കിട്ടിയോ? ഇല്ലല്ലോ, ഇനി അച്ഛൻ്റെ അടുത്ത് നിൽക്കട്ടെ. ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി അയാൾ മാന്യനായി ഇരുന്നാൽ മാത്രം മതിയോ? നട്ടെല്ലുണ്ടെങ്കിൽ അലീനയെ ഏറ്റെടുത്ത് നോക്കണം, അതാ വേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, അവളെ ഞങ്ങൾ നോക്കാം, കല്യാണം കഴിപ്പിച്ച് കൊടുക്കാം, അവൾക്കൊരു വീട് വെച്ച് കൊടുക്കാം, ജോലി ഉണ്ടാക്കി കൊടുക്കാം, എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾ എല്ലാത്തിനും സഹകരിക്കാമല്ലോ, പിന്നെ എന്തിനാണ് ഇനിയും അതിൻ്റെ പുറകെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ബാലചന്ദ്രൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല, സ്റ്റാൻലിയെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് നിൽക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ ഗോവർദ്ധനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പുനലൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുന്നുണ്ട്. രേവതിയും അലീനയും ബാക്കിയുള്ള എല്ലാവരും കൂടെ പുറത്ത് പോയിരിക്കുകയായിരുന്നു. രാത്രിയായിട്ടും കാണാത്തത് കൊണ്ട് ഗ്രേസമ്മ വിളിച്ച് ചോദിക്കുന്നുണ്ട്, എവിടെ എത്തി മക്കളെ, ഇത്ര നേരമായിട്ടും കാണാനില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളിതാ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവർ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അതിനിടയ്ക്ക് രോഹിയുടെ അടുത്ത് രേവതിക്കുട്ടി ഓരോ തമാശകളൊക്കെ പറയുന്നുണ്ട്. അവർ തമ്മിൽ നല്ല വർത്തമാനമൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ നേരം വെളുത്തപ്പോൾ മാമച്ചൻ്റെ തൊടിയും കാര്യങ്ങളൊക്കെ നോക്കി രേവതിക്കുട്ടിയും രോഹിത്തും ബബിതയും കൃഷ്ണയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അവർ ചിരിച്ച് കളിച്ച് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെയുള്ള അറ്റ്മോസ്ഫിയറിൽ ചെല്ലുന്നത്. അപ്പോൾ അതിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അവരിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ അവർ കൊല്ലത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അവരുടെ കൂടെ താമസിച്ച ആ ചെറിയ കുട്ടി കൊല്ലത്ത് ഓർഫനേജിലാണുള്ളത്. അപ്പോൾ ആ കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ പോകാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവർ കാറിൽ പോകാമെന്ന് പറഞ്ഞിട്ട് രോഹിത്താണ് വണ്ടി ഓടിക്കുന്നത്. രോഹിത്തിൻ്റെ കൂടെ എല്ലാവരും കൂടെ കാറിൽ പോകുന്നുണ്ട്. അങ്ങനെ പോകുമ്പോഴും രേവതിക്കുട്ടിയുടെ അടുത്ത് ഓരോ തമാശകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരവിടെ കൊല്ലത്തെത്തിയിട്ട് കാറിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.